ഹലോ നമസ്തേ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും പുതുപുത്തൻ ജീവിത അനുഭവങ്ങളിലേക്കും ഉത്തരാഖണ്ഡിന്റെ മണ്ണിലൂടെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഉത്തരാഖണ്ഡ് എക്സിറ്റ് ചെയ്യും എന്ന ദൃഢ പ്രതിജ്ഞയോടെ നമ്മളുടെ പുരോളിയോട് ബൈ പറഞ്ഞ് നേരെ വിടുകയാണ്. നർക്കണ്ട റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. നർക്കണ്ട എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഹിമാചലിലെ ഒരു കിടിലം പോലത്തെ ടൗണാണ്, വലിയ ടൗണാണ്, ബോർഡർ ടൗണാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 190 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ഇന്നത്തെ ദിവസമെങ്കിലും നമുക്ക് അവിടെ പിടിക്കണം എന്ന് ഉള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം നമ്മൾ അങ്ങോട്ടേക്കുള്ള ഓട്ടം തന്നെയാണ്. പുരോളിയ ടൗണാണ് കേട്ടോ നമ്മളുടെ ബാക്കിൽ. ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത്. ഇന്നലത്തെ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ വലിയ സീനില്ലാണ്ട് പോയി. ആ ഒരു സമയത്ത് മാത്രം ഉണ്ടായിരുന്നില്ല. ഇന്ന് ശാന്തമാണ്, സുന്ദരമാണ്, നല്ല ക്ലിയർ വെതറുമാണ് കേട്ടോ. ഇന്നുകൊണ്ടല്ലോ നമ്മളെ പൈൻമരക്കാടുകളിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര തുടരുന്നത്. സോ അതായത് കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഏരിയ ആണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് തണുപ്പ് കുറച്ച് കുറവാണ്. എന്തായാലും നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലത്തെയും ഇനിയിപ്പം ഉച്ചക്കത്തെയും കൂടി ഒരുമിച്ച് കഴിക്കാം കേട്ടോ. ഈ ഒരു റീസണിലേക്ക് കയറിയപ്പോഴത്തേക്കുള്ളൂ ഭയങ്കര ഭയങ്കര റേറ്റാണ് ഇവിടെ. ചായക്ക് 20 രൂപ. അതുപോലെ തന്നെ ചോറിനൊക്കെ വന്നിട്ട് 150 രൂപയ്ക്കാണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഒന്നുമില്ല, വെറുതെ നമ്മുടെ പരിപ്പും ചോറും അതിന് വേണം ഇത്രയും റേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടാണോ? അല്ലല്ലോ, ഇവിടെ എഴുതിയിട്ടുണ്ട് പഹാഡി റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ പഹാഡി താലി 250 രൂപ, ടീ 20, നോർമൽ റേറ്റ്. നല്ല കത്തിയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇന്നത്തെ ദിവസം അധികം നമുക്ക് കിട്ടിയേക്കുന്ന ഇതുപോലത്തുള്ള പൈൻമരക്കാടുകളാണ്. അതുകൊണ്ട് തന്നെ ചൂട് അത്ര വലിയ രീതിയിൽ വെയിലിൻ്റെ ആ ഒരു കാടിനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഫ്രണ്ട്സ്, കുറേ നേരമായിട്ട് നമ്മൾ ഈ ഒരു പൈൻമരക്കാട്ടിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ റബ്ബറൊക്കെ വെട്ടൂലേ, അതുപോലെ തന്നെ ഇവിടെ പൈൻമരത്തിൻ്റെ ഇത് വെട്ടിയിട്ട് ഇതിൻ്റെ കറ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ, ആ ഒരു ഷെഡാണ് ആ കാണുന്നത്. ഇവിടെ ഒരു അമ്മൂമ്മ ഇരുന്നിട്ട് നല്ല മണമില്ലേ ഇത് കത്തുമ്പോഴും. ഇതിന് കാട്ടുതീ പിടിച്ചിട്ട് ഈ മരത്തിന് തീ കത്തുമ്പോഴും വല്ലാത്ത ഒരു മണമാണ്. എന്നാ മണം എന്നറിയോ? പക്ഷെ നമ്മൾ റബ്ബർ വെട്ടുന്ന പോലെ അല്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് പിന്നെ ഇങ്ങനെ സ്ലൈഡ് വരഞ്ഞ് അത് മൊത്തം ഈ ഒരു കുമ്പിള് പോലെ കൂട്ടിയേക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ട് കളക്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സ്ഥലത്തുള്ള മുഴുവൻ മരങ്ങളുണ്ട്. എല്ലാ മരവും അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ട്, പോയി നോക്കട്ടെ ഞാൻ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം അമ്മ. നമസ്തേ. കേട്ടില്ലേ നാനി? നമസ്തേ. ഓക്കെ. काम चल रहा है? काम चल रहा है। हाँ ओके. इसमें कुछ है क्या? नहीं है इसमें, कुछ नहीं है ना? हाँ, ഇതിനകത്തൊന്നും ഇല്ല, ഇതെല്ലാം എം ടി ആണ്, खाली है. वो कब निकलता है वो? तब तैयार हो जाएगा तब. ഓ, തയ്യാർ हो जाएगा. ഓക്കെ, ഇവരിപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ये क्या है वो? ये जो है छिल रहा है. ഓ, इसमें ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കോന്തി ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. നൈസ്. നോക്കി, നമ്മളുടെ റബ്ബർ വെട്ടുമ്പോൾ റബ്ബർ കത്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അത് ചെറുതല്ലേ. ഇത് നോക്കി, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ പിന്നെ അത് മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുക അര യൂസ് ചെയ്തിട്ട്. ഇവർ ഇതിൻ്റെ ഒരു തെളിച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ. അതായത് ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ചയെല്ലാം കഴിഞ്ഞ് അത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം നമ്മൾ റബ്ബറൊക്കെ തെളിക്കുന്ന പോലെ ഈ സാധനം തെളിക്കുകയാണ്. भैया जी ये क्या करता है वो इसका? ये क्या करने के लिए? रोड में डालते हैं कोयल तार. रोड में? हाँ, रोड में डालते हैं, वो बनता है ये रोड में टार करने के लिए. आगे डालते हैं ना रोड में. हाँ, ये रोड में डालने के लिए. इसमें से बहुत सुगंध आता है ना, डालने के लिए रोड डालते ना, हाँ. तब इसको पकाते तब उसके बाद रोड में डाल देते. റോഡ് में. ഓ, എന്താ ഈ സാധനം റോട്ടിൽ യൂസ് ചെയ്യുന്നുള്ളത് എൻ്റെ ആദ്യത്തെ അറിവാണ് കേട്ടോ. आपने सोचा कि उसमें से बहुत सुगंध आ रही है ना, अच्छा खुशबू आ रही है. ഇതുണ്ടോ, हमने सोचा कि इसका कुछ होगा. നല്ലതാണ്. നമ്മളുടെ മറ്റേ എന്നാൽ കുന്തിരിക്കമില്ലേ, കുന്തിരിക്കത്തിൻ്റെയൊക്കെ ഒരു മണമാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഉത്തരാഖണ്ഡിൽ അന്ന് അവിടെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിനു വേണ്ടി റോഡ് പണിക്ക് വേണ്ടിയൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് എന്തിനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? റോഡ് പണിക്ക് യൂസ് ചെയ്യുന്നുള്ളത് നമ്മളുടെ പുതിയൊരു അറിവാണ്. ഇത് ഇവരുടെ കുഞ്ഞ് വീടാണ്, കുട്ടി റൂം. കൊള്ളാം. आपका वो गांव किधर है?
പൊറോല മേ ഓ ഇതർ കാം के लिए आए हाँ ആ ഇവർ ഇത് വെട്ടാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെയാണ്. അതൊരു കൊള്ളാം, പുത്തനറിവുകൾ. ഒട്ടനവധി മരുന്നുകളുടെ ചേരുവയായും അതുപോലെ തന്നെ പെസ്റ്റിസൈഡായും മെഴുകായും ചൂടാക്കി ടാറായും ഒക്കെ ഈ ഒരു മരത്തിൻ്റെ കറ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നുണ്ടല്ലോ ടോൺസ് നദിയുടെ തീരത്തേക്ക് എത്തി. ഈ കാണുന്ന ടോൺസ് നദിയാണ്. കുറച്ച് മുമ്പ് വരെ വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളമൊക്കെ ആയി നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് താഴത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചധികം ദൂരം മാപ്പിൽ നമുക്ക് കാണിക്കുന്നത് ഈ ഒരു നദിയുടെ തീരത്തെ കൂടി തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് വഴി ഇങ്ങനെ റോഡുണ്ട് കേട്ടോ. നല്ല കാറ്റുമുണ്ട് ഈ ഒരു റീജിയനിൽ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ ഈ ഒരു നദിയിലൊക്കെ ശരിക്കും വെള്ളപ്പൊക്കത്തിൻ്റെ സമയം. എന്താണെന്ന് വെച്ചാൽ മഞ്ഞുരുക്കി വരുന്ന വെള്ളമാണ്. അപ്പോൾ മഞ്ഞ് ഇനിയിപ്പോൾ ഉരുകാൻ തുടങ്ങും, വേനൽക്കാലമായി തുടങ്ങിയില്ലേ. കുറേ നേരമായിട്ട് നമ്മൾ ഈ ഒരു നദിയുടെ സൈഡിൽ കൂടി തന്നെയാണ് കേട്ടോ റൈഡ്. ശരിക്കും നല്ലൊരു എന്താ പറയുക അടിപൊളി നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു പ്രത്യേക ഒരു ഉന്മേഷമുള്ള റൂട്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. അതായത് ഉത്തരാഖണ്ഡിൻ്റെ ബോർഡറിലേക്ക് എത്തിയപ്പോഴത്തേക്കും കാഴ്ചകൾക്ക് കുറച്ചുകൂടി കളർ കൂടിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഓടുന്ന ഓട്ടത്തിൽ ഇനി അങ്ങോട്ടേക്ക് കോമൺ ആവേണ്ട ഒരു കാഴ്ച തൂക്കുപാലങ്ങളെ ഇഷ്ടംപോലെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു തൂക്കുപാലമാണ്, ജീർണിച്ച് അവശനായ തൂക്കുപാലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അങ്ങനെ അധികം ആൾക്കാരെയൊന്നും കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം അടച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ ചെറിയൊരു വഴിയുണ്ട്, ഇതിലെ വഴിയുണ്ട്. ഇങ്ങനെ കടന്നു പോകാം കേട്ടോ നമുക്ക്. ഇങ്ങനെ കടന്ന് യെസ് മരത്തിൻ്റെ പണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കി വന്നു. ആ പിള്ളേരൊക്കെ പോകുന്നുണ്ടല്ലോ. നല്ല ഒരു കിടിലം പോലത്തെ തൂക്കുപാലം നല്ലോണം ആടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു നദിയുടെ എന്താ പറയുക ബാഹുല്യം ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ കൂടി മാത്രമാണ് ഒഴുകുന്നത്, പക്ഷേ ഇത്രയും വീതിയുണ്ട് കേട്ടോ നദിക്ക്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണെങ്കിലും നല്ല വീതിയുണ്ട്. ഓക്കെ നിങ്ങൾ നൈസല്ലേ. വെൽക്കം ടു ഹനോൽ. ഹനോൽ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ടൗൺ ആണെന്ന് തോന്നുന്നു. നമ്മളുണ്ടല്ലോ കുറേ അധികം നേരമായിട്ട് കാട്ടിലൂടെയൊക്കെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഇപ്പം നമ്മളിതാ ട്യൂണി എന്ന് പറയുന്ന ടൗണാണ് താഴെ കാണുന്നത്. ട്യൂണി ടൗണിൻ്റെ ഇതെത്തി. നമുക്കിനിയിപ്പം ഈ ഒരു പുഴ ഇങ്ങനെ പോയി അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വീണ്ടും തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ഇതുവഴി അങ്ങനെ 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 അങ്ങോട്ടേക്ക് കയറി പോകണം കേട്ടോ. ഓക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ളതുള്ളൂ, ബട്ട് പാലം അടുത്തൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയേ പറ്റും. ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ അങ്ങനെ ഇതാ ഏകദേശം ഹിമാചലിൻ്റെ ബോർഡറിലേക്ക് കടന്ന് ഹിമാചൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ മാപ്പിൽ ഇപ്പോൾ കാണുന്നത് ഈ ഒരു പുഴയുടെ ഇപ്പുറം ഓൾറെഡി നമ്മൾ ഹിമാചൽ പ്രദേശിലാണ് ഉള്ളതെന്നാണ്. ഒഫീഷ്യലി ഉത്തരാഖണ്ഡ് തീർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പ്ലീസ് വിസിറ്റ് അഗെയിൻ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ബോർഡർ ഇനിയായിരിക്കും വരാനുണ്ടാവുക. ഉത്തരാഖണ്ഡ് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ അതാ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ചെക്ക് പോസ്റ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിങ്ങോ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊറോണയൊക്കെ എങ്ങോ പോയി ഒളിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഹിമാചൽ പ്രദേശിൻ്റെ ബോർഡറാണ് കണ്ടത്. ബോർഡറും കടന്നു, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഒഫീഷ്യൽ ബോർഡർ കടന്നതിന് ശേഷമുള്ള ആദ്യത്തെ ടൗണാണിത്. ഈ ടൗണിൻ്റെ പേര് വന്നിട്ട് കുഡു എന്നാണ് കേട്ടോ. ഫ്രണ്ട്സ് നല്ല മൊട്ട മലനിരകൾ നമ്മളുടെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ഇന്നത്തെ താമസത്തിനുള്ള സൗകര്യം അന്വേഷിക്കേണ്ട ടൈമായിരിക്കുന്നു. ഹിമാചലിൻ്റെ ആദ്യത്തെ ക്യാമ്പിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഈ കാണുന്നത് പാബാർ നദിയാണ്. പാബാർ നദിയുടെ കണ്ടല്ല ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഹിമാചലും നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഗ്രാമങ്ങളൊക്കെ ഇല്ല, അതെല്ലാം വന്നിട്ട് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ ആളുകളുടെ പ്രധാന കൃഷി എന്ന് പറയുന്നത് അവിടെ ഉരുളക്കിഴങ്ങ് കൃഷിയുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഗോതമ്പ് കൃഷിയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിവിയാണ് കേട്ടോ. അങ്ങ് അവിടെയായിട്ട് കിവിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല പല കൃഷികളുണ്ട് കേട്ടോ ഇവർക്ക്. ഞാൻ നിങ്ങളെ ഇവിടെ ഒരു രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാവേ. ഇതിപ്പോൾ എന്താ ഒരു മല. ഈ മലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഒരു പ്രത്യേകത ഉണ്ടാവില്ല, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല. പക്ഷേ മനുഷ്യൻ തീർത്തൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വിടവ് കാണുന്നില്ല, ഈ വിടവിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡും ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹിമാചലാണ് കേട്ടോ. ഒറ്റ ഫ്രെയിമിൽ 2 സംസ്ഥാനങ്ങളുടെ 2 മലകളെ നോക്കി നിങ്ങൾ. നല്ല രസമല്ലേ? നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ വലിയ മലേൻ്റെ അടിവാരത്തായിട്ട് ഇതുപോലെ ഒറ്റപ്പെട്ട കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ കാണാവേ. ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മകുടമാണ് ഏറ്റവും ദൂരെ നമുക്ക് കാണുമ്പോൾ ആദ്യം കാണുന്നത്. ദൂരെ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത് 1, 2, 3, 4 നിലകളിലായിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, സൂര്യൻ ഈ ഒരു സൈഡിൽ ഏകദേശം അസ്തമിച്ച് തുടങ്ങി. നിങ്ങൾ ഈ ഒരു വെള്ള കളറിൽ കണ്ടോ, ഈ ഒരു റീജിയൻ ആപ്പിളുകൾക്ക് പേര് കേട്ട സൈഡാണ്. ജസ്റ്റ് തുടങ്ങിയതോളം പൂരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ആപ്പിളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളുണ്ടല്ലോ മാപ്പിൽ കണ്ട ഈ ഒരു റീജിയനൊക്കെ മൊത്തം വെള്ള കളറിലാണ് കാണിക്കുന്നത്. അതായത് മഞ്ഞ് പെയ്തപ്പോൾ എപ്പോഴോ എടുത്ത മാപ്പാണ് കേട്ടോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ മഞ്ഞൊന്നുമില്ല, ഇപ്പം മൊത്തം പച്ചപ്പാണ്, ഹരിതാപം. പക്ഷെ നല്ല തണുപ്പുണ്ട് ഈ ഒരു റീജിയനിലേക്ക്. മല കയറി നമ്മൾ ടോപ്പിലെത്തിയ ശരിക്കും നമ്മൾ വന്ന മലനിരകൾ നിങ്ങൾ കണ്ടോ, അങ്ങ് മലയുടെ അങ്ങേ സൈഡിൽ കൂടിയാണ് കേട്ടോ നമ്മൾ വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റോഡ് വഴി ഇങ്ങനെ വരുവാണ് ചെയ്തത്. ഇങ്ങ് ടോപ്പ് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ടുണ്ട്. ആപ്പിന് ഇന്ന് തെറ്റിപ്പോയിട്ടൊന്നുമില്ല, ഇവിടെ മഞ്ഞ് പെയ്തിട്ട് തന്നെയാണുള്ളത് കേട്ടോ. ഈ ഒരു റീജിയനിലെ മലയുടെ ടോപ്പിലൊക്കെ ഇപ്പോഴും മഞ്ഞുണ്ട്. ഓ, എന്താ മഞ്ഞെന്നറിയാവോ, മൈ ഗോഡ്. ഇനി നമ്മൾ മല കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് മഞ്ഞ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ടെൻറ്റ് ഇവിടെ അടിച്ചാൽ നമ്മൾ 8ൻ്റെ പണിയായിരിക്കും കേട്ടോ. ആവേശം മൂത്ത് ഇപ്പോൾ ഉരുണ്ട റോഡിന് നടുവിൽ വീണേ ഈ കുന്നിൻ്റെ ഇവിടെ അങ്ങ് മലയുടെ മേലെ നമ്മൾ മഞ്ഞ് കണ്ട സമയത്തൊന്ന് നിർത്തിയതാണ് വണ്ടി. ആ ഒരു സൈഡിലോട്ട് പോയി, കാരണം വെയിറ്റ് 2 സൈഡിലുണ്ടല്ലോ. അവസാനം എങ്ങനെയൊക്കെ ഫ്രീക്ക് ഇങ്ങോട്ട് ചാടി, ഞാൻ ഇവിടെ നിന്ന് ചാടി പിടിച്ച് നേരെയാക്കി വീടില്ല വായത്തിന്, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ആദ്യം തന്നെ നമ്മളുടെ വാല് മുറിഞ്ഞാണ്. ഷേ, മഞ്ഞുകാലത്തിന് ശേഷം ഉണ്ടല്ലോ നമ്മളുടെ മരങ്ങളൊക്കെ പതുക്കെ തളർത്ത് വരുന്നൊരു ടൈമാണ് കേട്ടോ. ഹിമാചലിൻ്റെ ഏറ്റവും വർണ്ണശബളമായ കാഴ്ചകൾ തുടങ്ങുന്നൊരു ടൈം. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്തായാലും ഹിമാചലിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു കാര്യമായിട്ട് നമ്മൾ എന്താ പറയുക കരുതുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മുമ്പിലേക്ക് കളർഫുള്ളായിട്ടുള്ള ഹിമാചലിൻ്റെ കാഴ്ചകളായിരിക്കും കേട്ടോ നമ്മളെ വരവേൽക്കുവേ. നോക്കി ഈ ഒരു കാടൊക്കെ നോക്കി എന്ത് കളറാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഉണ്ടല്ലോ കോട്ട് ഖായ് ഗുമ്മ എന്ന് പറയുന്ന ഷിംല ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചെറിയ ടൗണിലേക്ക് വന്ന് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഹോട്ടൽ പർവ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി പോവാന്ന്. ഒരിക്കലുമല്ല, നമ്മളെവിടെ താമസിക്കുന്നത് അവസാനം ഇതിൻ്റെ 3ാമത്തെ നിലയിൽ സൈഡിൽ ചെറിയൊരു ഗാർഡൻ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പം നമ്മളുടെ അവസ്ഥ പറഞ്ഞു, നമ്മളിങ്ങനെയാണ്, കേരളത്തിൽ നിന്നാണ്, ഇത്രയും നാൾ ഇട്ട പ്ലാനാണ്. അതുകൊണ്ട് ഇവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ് കേട്ടോ റൂമിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഇവർ പറഞ്ഞു, ബയാജിമാരെല്ലാം ഹെൽപ്പ് ചെയ്ത് അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ ടെൻ്റ് അടിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് പൈസ കൊടുക്കണം വേണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും നമ്മളുണ്ടല്ലോ സാധനങ്ങളൊക്കെ ചുമന്നിതാ 3ാമത്തെ നിലയുടെ ഒരു സൈഡ് ഭാഗത്തായിട്ട്. ഭയ്യാജി ഗാർഡൻ കെ ലിയെ ബനാ ദിയ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വലിയ ഹോട്ടലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. താഴെ കുറച്ച് റൂമുകളുണ്ട്, എന്നാൽ മേൽഭാഗമൊന്നുമില്ല. അപ്പോൾ ഗാർഡൻ പോലെ ഇനി വരുന്ന സമയത്ത് ഗാർഡൻ ആകുമായിരിക്കും. അപ്പോൾ ഇവിടെ വേണമെങ്കിലും അടിച്ചോളം പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ ഈ ഭായിയെ. എന്തായാലും നല്ല സ്നേഹമുള്ള ആൾക്കാർ. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ആപ്പിൾ തോട്ടമുണ്ട്, വേണമെങ്കിൽ ആപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ അടിച്ചോളാൻ പറഞ്ഞായിരുന്നു. ബട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദൂരം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം കൊണ്ട് വിവരം അറിയാം നമ്മൾ. അതുകൊണ്ട് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. നമ്മളുടെ ടെൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളുടെ ഉത്തരാഖണ്ഡ് കഴിഞ്ഞു. ഹിമാചൽ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ അടിപൊളി ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നു. ഹോട്ടൽ ക്യാമ്പിങ് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. आपका नाम क्या है? बिट्टू वर्मा. ഗുജുവാൾ. ഓക്കെ, താങ്ക് യു. നമ്മുടെ സാധനമൊക്കെ മേലെ എത്തിച്ചു തന്നെ. ഓക്കെ, എന്തായാലും ഇവരോട് നമ്മൾ ആദ്യമേ ഇങ്ങനെ സ്ഥലം ചോദിച്ചപ്പോൾ ആദ്യമേ റേറ്റ് അവർ പറഞ്ഞു. ഇവർ പറഞ്ഞു മുതലാളി ഉള്ളത് കൊണ്ട്, മുതലാളിക്ക് ഉള്ളതാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ മാക്സിമം അത്രയൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. ബട്ട് ടെൻറ്റ് ക്യാമ്പ് ചെയ്യുന്ന സമയം ഞങ്ങൾക്ക് സ്ഥലം തരാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മേലെയുണ്ട്, ടോപ്പിൽ നല്ല വ്യൂ ആണ്. പക്ഷേ അത് നല്ല 6ാമത്തെ നിലയുടെ മേലെ, അപ്പോൾ ഭയങ്കര സാധനം എടുത്തിട്ട് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് സൈഡിൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ സാധനം അടക്കം അവർ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ റെഡിയാക്കിയതാണ്. എന്തായാലും കൊള്ളാം.
ടെൻ്റൊക്കെ അടിച്ച് നമ്മൾ താഴത്തേക്ക് വന്നു. നമ്മുടെ പ്രഭാകരൻ ഇത് ഹോട്ടലിനോട് ചേർന്ന് തന്നെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹോട്ടൽ ഫാറം. അപ്പം ഇതിൻ്റെ അവിടെ അങ്ങോട്ടേക്കായിട്ട് കുറച്ച് മാർക്കറ്റ് ഉണ്ട്. നമുക്ക് രാത്രിക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അരിയൊക്കെ ഇല്ലേ? അരി ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കി കറി വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അതിൻ്റെ കൂട്ടി നമുക്ക് ഇവരുടെ മാർക്കറ്റ് കാണുകയും കൂടി ചെയ്യാമല്ലോ. ഇത് ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ആ നാടിൻ്റെ ഹൃദയം സ്പന്ദനം അറിയണമെങ്കിൽ അവിടുത്തെ മാർക്കറ്റിലേക്ക് പോകണമെന്ന് ഞാൻ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് ഓർത്തെടുക്കാം. മാർക്കറ്റ് അത്യാവശ്യം വലുതാണ്. ഇങ്ങോട്ടേക്കൊക്കെ താമസത്തിനുള്ള ചെറിയ ലോഡ്ജുകളൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ ടെൻറ്റിലെത്തി. ബസ്മതി റൈസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബസ്മതി റൈസിൽ കുറച്ച് തക്കാളി മുള്ളിയൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾ ബിരിയാണി ആക്കുമെന്നാണ് ഫ്രീക്കി പറഞ്ഞത്. ഫ്രീക്കി സ്പെഷ്യൽ ആമ്പൂർ വെജിറ്റബിൾ ബിരിയാണി. ഫുഡ് ആവാനുള്ള കാത്തിരിപ്പാണ്. എന്തായാലും ഈ ഒരു റീജിയനിൽ അത്യാവശ്യം നല്ല സേഫുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടെൻ്റ് അടിക്കുന്നത് നല്ല സേഫാണ്. കാരണം ഓൾറെഡി ഹോട്ടലിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് തന്നെ ഗേറ്റും തുറന്ന് ആരും വരത്തില്ല. പിന്നെ നല്ല സഹകരണമുള്ള ഭായിമാരല്ലേ. അപ്പം നാളെ കാണാൻ വേണ്ടി ചില സ്ഥലങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ഇവിടുത്തെ ലോക്കലായിട്ട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. ചിലപ്പം ആ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നല്ല ബ്യൂട്ടി ഉള്ളതായിരിക്കും. നോക്കാം. നമ്മളുടെ പ്ലാൻ ഇന്ന് രാത്രി വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാൻ അടുത്ത് ഇനിയിപ്പോൾ എങ്ങോട്ട് കാണുന്നൊക്കെയുള്ളത്. ആ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ ഇതാ പ്ലേ ആയിട്ടുണ്ട്. കുക്കർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അബ്കാ ഖാന ഹോ ഗയാ? ഓക്കെ, ഇത് ഇവിടുത്തെ ഹായ് കോരോനാ. ആ ഓക്കെ ഓക്കെ, ഇവിടുത്തെ ഭായിമാരാണ്, ഇവിടെ ഉള്ളതാണ്. ഏതായാലും കൊള്ളാം. വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ എന്തൊക്കെയോ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ രാത്രി ഭക്ഷണത്തോടെ ഈ ഒരു കുട്ടി വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹിമാചൽ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ആ വിശേഷങ്ങളുമായി നാളെ കാണാം. അതുവരേക്കും സ്നേഹം മാത്രമേ.